തമിഴ്നാട്ടിന്റെ അധികാരത്തിലേക്ക് തന്നെ എത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് സി ജോസഫ് വിജയ്. അത് ആ രീതിയിൽ നന്ദി പറയുക മാത്രമല്ല, ഇനിയുള്ള ഓരോ ദിവസവും തമിഴ്നാടിന് പുതിയൊരു മാറ്റം അത് കാണാനാകും. അതിന്റെ സമയം തുടങ്ങിയിരിക്കുന്നു എന്ന് വിജയ് പറയുകയാണ്. സുജിത് ചന്ദ്രൻ ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, നമ്മൾ ഈ തരത്തിൽ പ്രസംഗം എല്ലാ സമയത്തും അത് ഓഡിയോ ലോഞ്ചിൽ കാണുന്നതായിരുന്നു. അതിന് സമാനമായൊരു പ്രസംഗം ആരാധകരെ ഒപ്പം ചേർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം തന്നെ അതിന്റെ രീതിയിൽ, അദ്ദേഹത്തിന്റെ ശൈലിയിൽ നടത്തുകയാണ് വിജയ്. പുതിയൊരു ശൈലിക്ക് തുടക്കമിടുകയാണ്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഓൺ സ്ക്രീൻ പെർഫോമൻസിൻ്റെ ഡിറ്റോ ആണ് ശരിക്കും ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് ഒരു പവർ പാക്ഡ്, ഒരുപക്ഷെ വിജയ്ക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും കൈയടിപ്പിക്കാനും രോമാഞ്ചമുണ്ടാക്കാനും തോന്നുന്ന ആ ഒരു പേഴ്സോണ, അയാളുടെ ആ ഒരു ശൈലി, ആ ഒരു സ്റ്റൈല്, സ്വാഗ്, അതെല്ലാം ഈ പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്ര വലിയ ആൾക്കൂട്ടത്തെ എന്തുകൊണ്ട് വിജയ്ക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിജയ് അസാധ്യ കമ്മ്യൂണിക്കേറ്ററാണ്. ഈ പ്രസംഗം ഒരേ സമയം നമ്മൾ നേരത്തെ പ്രതിജ്ഞ എടുക്കുന്നതുകൊണ്ടോ പ്രതിജ്ഞയ്ക്കൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ പ്രസംഗം കണ്ടു. ഒരേ സമയം അതിൽ നിറയെ സ്റ്റൈലുണ്ട്, അതേസമയം തന്നെ അതൊരു രാഷ്ട്രീയ പ്രസംഗം കൂടിയായിരുന്നു. എണ്ണി വിജയ് ഈ ഭരണത്തിലേക്ക് എത്താൻ തന്നെ സഹായിച്ച ഓരോരുത്തർക്കും, മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ രാഹുൽ ഗാന്ധി മുതൽ താഴേക്ക് കെ.സി. വേണുഗോപാൽ മുതൽ താഴേക്ക് കോൺഗ്രസിലെ സെല്ലോ പെരുന്തകെ, അങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നു. CPIM-ലേക്ക് വരുമ്പോൾ MA ബേബി മുതൽ കെ ബാലകൃഷ്ണൻ മുതൽ സു വെങ്കടേശൻ മുതൽ അങ്ങനെ പി ഷൺമുഖം മുതൽ ഓരോരുത്തരെയും എടുത്തു പറയുന്നു. അപ്പുറത്ത് ഡി രാജ, അതിനപ്പുറത്ത് ഖാദർ മൊയ്തീൻ, അതേപോലെ VCKയുടെ ഇദ്ദേഹം, അങ്ങനെ ഓരോ ആളുകളുടെയും പേരെടുത്ത് നന്ദി പറഞ്ഞ് ആണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഓരോ സമയത്തും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. കോൺഫിഡൻ്റ് ആയിരിക്കെ, അതൊക്കെ ഒരു ഭരണാധികാരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഷുറൻസ്. ഓൺ സ്ക്രീനിലായിരുന്നു മുമ്പ് അത്തരം അഷുറൻസ് വലിയ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി വിജയ് പറയുന്നുണ്ട്. 10 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടമുണ്ട്, അങ്ങനെ ഖജനാവ് കാലിയാക്കിയാണ് പോകുന്നതെന്ന് DMK-ക്ക് ഒരു വിമർശനവുമുണ്ട്. അതെ, ഞാനതിലേക്ക് വരികയായിരുന്നു. അതിനൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് വിജയ് ഓരോന്നോരോന്ന് പറഞ്ഞു പോകുന്നു. ഏറ്റവും ആദ്യം വിജയ് പറഞ്ഞു തുടങ്ങിയത് ശ്രദ്ധേയമാണ്. സ്ത്രീ സുരക്ഷ, രണ്ടാമത് ലഹരിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വോട്ട് പിടിച്ചത്. പിന്നെ തേച്ചു വടിച്ച് കഴുകിയിട്ടിട്ട് പോയ ഖജനാവാണ് കയ്യിലുള്ളത്. ധവളപത്രം പുറത്തിറക്കും, എന്താണ് കയ്യിലുള്ളത്, എന്താണ് കയ്യിലില്ലാത്തതെന്ന് പറയും. ഇനി വിജയ് ഞാൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇതിലൊരു അധികാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ടാവില്ല, പല പവർ സെൻ്ററുകൾ ഉണ്ടാവില്ല. അങ്ങനെ പവർ സെൻ്ററുകളാകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താല്പര്യവും അതും സമ്മതിക്കില്ല. എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ വിജയ് പറയുന്നു. ഞാൻ പണം കട്ടെടുക്കില്ല, എൻ്റെ കൂടെയുള്ളവരെ കട്ടെടുക്കാൻ സമ്മതിക്കില്ല, കട്ടെടുക്കുന്നവരെ വെറുതെ വിടുകയുമില്ല എന്ന് വിജയ് പറയുന്നു. ഇനി ആർക്കെങ്കിലും നമുക്ക് ഭരണമൊക്കെ ആയാലോ ഒരാട്ടമാടിയേക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഇവിടെ നിർത്തിക്കോളൂ എന്ന് പറയുന്നു. എല്ലാം ഒരു തിരക്കഥയുടെ രൂപത്തിൽ, അതായത് എഴുതി തയ്യാറാക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു ഡെലിവറി, അതിൻ്റെ ആ ഒരു പവർ, ആ തരത്തിലാണ് വിജയ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ എല്ലാവർക്കും നന്ദി പറഞ്ഞതിന് ശേഷം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും, ഞാനൊരു പേരിടയ്ക്ക് വിട്ടുപോയിരുന്നു, തിരുമാവളവൻ VCKയുടെ, അങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞതിന് ശേഷം അവസാനം വിജയ് വന്നിട്ട് പറയുന്നത് എൻ്റെ കുട്ടികൾ, എൻ്റെ വിജയ് മാമ എന്നാണ് പറയുന്നത്. അതൊരു സ്ട്രാറ്റജി ആയിരുന്നു VCKയുടെ. VCK വോട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യുവാക്കളാണ്, യുവാക്കളും ചെറിയ കുട്ടികളുമാണ്. ഇവരുടെ ഒരു പ്രത്യേകത, വോട്ട് പിടിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടികളെയാണ്. വിജയ് മാത്രമല്ല, വിജയ്ക്ക് താഴേക്കുള്ള എല്ലാവരും ആദ്യം കണ്ട അവരോടാണ് സംസാരിക്കുക, ആൾക്കൂട്ടത്തോടല്ല. അതിനൊരു മനഃശാസ്ത്രമുണ്ടായിരുന്നു, അത് വോട്ടായി വരുന്നു. വോട്ടില്ലാത്ത കുട്ടികളോട് വരെ വിജയുടെ അനുയായികളും TVK ആളുകളും സംസാരിച്ചു. അങ്ങനെ സംസാരിക്കണമെന്ന് തന്നെ അവർക്ക് കേഡർ നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളാണ് ഈ വിജയം സാധ്യമാക്കിയെടുത്തതെന്ന്. പല AIADMK DMK പരമ്പരാഗത കുടുംബങ്ങളിലെയും ചെറുപ്പക്കാർ അപ്പാടെ TVKക്ക് വോട്ട് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു പ്രത്യേകത, കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടാണ് ചെറുപ്പക്കാർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതൊരു സിഗ്നലായിരുന്നു. ഇവരുടെ TVKയുടെ പ്രവർത്തകരുടെ ഒരു ഡ്രസ് കോഡായി അത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. വിജയ് ആദ്യം വന്ന മാനാട് വേദികളിലൊക്കെ ഒരു ഇട്ട വേഷം അതായതുകൊണ്ട് കൂടുതൽ ആളുകളും അങ്ങനെയാണ്. ആ പാർട്ടിക്കാരെ തിരിച്ചറിയണമെങ്കിൽ കാക്കി പാൻ്റെ വെള്ള ഷർട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളിലുള്ള ചെറുപ്പക്കാർ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് അത്തരത്തിലുള്ള വേഷത്തിൽ വന്നിരുന്നത്. അപ്പോൾ അതേപോലെയായിരുന്നു ഈ AIADMK DMK വീടുകളിലുള്ള ആളുകൾ പോലും അത്തരത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് സിനിമാറ്റിക് സ്റ്റൈലിൽ നടത്തിയ ഒരു വിജയം എന്ന് നമുക്ക് ഈ വിജയത്തെ പറയാം. അത് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ വിചക്ഷണർക്കോ സെഫോളജിസ്റ്റുകൾക്കോ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത
എത്ര വലിയൊരു വിജയമാണ് വിജയ് നേടിയത്. അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അന്താളിപ്പിച്ചു, അമ്പരപ്പിച്ചു. അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമയിൽ നിന്ന് കയറി വന്ന ഒരാൾ, പണ്ട് MGR ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ മഹാരഥന്മാരായിട്ട് ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇക്കാലത്ത് ദ്രാവിഡ രാഷ്ട്രീയം ഈ എല്ലാ ജീവിത പരിസരങ്ങളെയും നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്ഥാനത്ത് പെട്ടെന്നുണ്ടായ ഒരു പാർട്ടിയുടെ നേതാവ് കയറി വന്ന് മുഖ്യമന്ത്രിയാവുകയോ എന്ന അന്താളിപ്പായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇന്നലെ ഏറ്റവും അവസാനം നടന്ന രാഷ്ട്രീയ ഒരു മാസം മുൻപ് നമ്മൾ കണ്ടത് ഒരു മാനാട് സംഘടിപ്പിക്കാൻ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ അനുമതി തേടി നടന്ന ഒരു വിജയിയാണ്. കാരണം അവിടെയൊക്കെ അനുമതി നൽകാതെ, പോലീസ് പലപ്പോഴും അനുമതി നൽകാതെ, സർക്കാർ അനുമതി നൽകാതെ നിന്നിരുന്നുവെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി ചോദിച്ച വിജയ് ഇപ്പോൾ ആ സംസ്ഥാനത്തിന്റെ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിച്ച് ആ അധികാരത്തിലേക്ക് എത്തിയ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കുട്ടികളുമായി ഉള്ള സംഭാഷണം എന്ന് പറയുന്നത് 13 വയസ്സുള്ള ഒരു കുട്ടി 5 വർഷം കഴിഞ്ഞ് വിജയ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ കൂടി വോട്ട് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണയുള്ള പ്രചാരണം പോലും. നിശ്ചയമായും അത്തരത്തിൽ കണക്ക് കൂട്ടിയുള്ള പ്രചാരണം തന്നെയാണ് വിജയും സംഘവും നടത്തിയത്. എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതായത് വോട്ട് എവിടെ നിന്നാണ് വരുന്നത്, സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യാൻ, അതായത് ലഹരി തടയണം എന്ന ഒരു മുദ്രാവാക്യം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾ, യുവാക്കൾ, ചെറുപ്പക്കാർ പുകഞ്ഞു തീരുകയാണ്, അല്ലെങ്കിൽ ലഹരിക്കടിപ്പെടുകയാണ്, ഇത് നമുക്ക് തടയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബ്ലോക്കായിട്ട് മിഡിൽ ക്ലാസ്സിനും അതിന് താഴേക്കുമുള്ള സ്ത്രീകളുടെ വോട്ട് പ്രധാനമായിട്ടും പറയുന്നതാണ്. ക്ലാസ് വൈസ് പറയുമ്പോൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. മധ്യവർഗ വോട്ടുകളെയും അടിസ്ഥാന വോട്ടുകളുടെ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളുടെ വോട്ടുകൾ, DMKയ്ക്കും ADMKയ്ക്കും വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന പ്രവർത്തകരുടെ വീടുകളിലെ സ്ത്രീകളുടെ വോട്ടുകൾ വിജയിക്ക് പിടിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കുട്ടികൾ വഴി വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒപ്പം ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യുക, തൊഴിൽ, അത്തരത്തിലൊക്കെയുള്ള, അതായത് ഈ ജനപ്രിയ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു പദ്ധതി, ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മറ്റൊരു രാഷ്ട്രീയ പദ്ധതി. ഇപ്പോൾ AAPക്കും ഒക്കെ കണ്ടതുപോലെ ഒരു അരാഷ്ട്രീയ പരിസരത്തിൽ നിന്ന് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് മാത്രമായിരുന്നില്ല വിജയ് അഡ്രസ്സ് ചെയ്തത്. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തും എന്നൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ദളിത്, ബഹുജൻ വിഭാഗങ്ങളെ കൂടെ നിർത്തും എന്നൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ കൊടിയിൽ, വിജയുടെ കൊടിയിൽ തന്നെയുള്ള നീല നക്ഷത്രങ്ങളും പച്ച നക്ഷത്രങ്ങളും സൂചിപ്പിക്കുന്നത് ദളിതരെയും മുസ്ലിങ്ങളെയുമാണ് എന്ന വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. അതിലെ സ്റ്റാർ സൂചിപ്പിക്കുന്നത് വിപ്ലവത്തെയാണെന്നും അതിലെ പൂവ് സൂചിപ്പിക്കുന്നത് തമിഴ് സ്വാഭിമാന ബോധത്തെയാണെന്നും ചുവന്ന വകപ്പൂവ് സൂചിപ്പിക്കുന്നത് തമിഴ് സ്വാഭിമാന ബോധത്തെയാണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല പോക്കറ്റുകളിലായി കിടന്ന രാഷ്ട്രീയ വോട്ടുകൾ, അരാഷ്ട്രീയ വോട്ടുകൾ, മധ്യവർഗ വോട്ടുകൾ, ഇതൊക്കെ പിടിച്ചുകൂട്ടി കൃത്യമായി സമാഹരിച്ച് ഇതാ കഴിഞ്ഞ 60 വർഷത്തെ തമിഴ്നാടിൻ്റെ ചരിത്രമാകെ തന്നെ മാറ്റിമറിച്ചൊരു പുതിയ ഘട്ടത്തിലേക്ക് തമിഴ്നാട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് മതനിരപേക്ഷമായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും ഇത് വർഗീയതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കും ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ 108 സീറ്റുകൾ മാത്രം നേടി ഒരു തൃശങ്കുവിൽ നിൽക്കുന്ന സമയത്തും NDA സഖ്യകക്ഷികളുമായി ഞങ്ങൾ ഏതായാലും സഖ്യ ശ്രമത്തിനോ ക്ഷണിക്കാനോ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊരു വേള NDA അല്ലെങ്കിൽ ADMKയുമായിട്ടൊക്കെയുള്ള ആലോചന ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഉറച്ചു പറയാൻ എല്ലാ ഘട്ടത്തിലും അദ്ദേഹം ഒരു ധൈര്യം കാണിച്ചു. അതേസമയം തന്നെ ആശയം പുറത്തു നിന്ന് ഉള്ള ആശയമാണ്, ആശയമില്ല എന്നൊക്കെ വിമർശിക്കാൻ പലരും ശ്രമിച്ചെങ്കിൽ കൂടി അദ്ദേഹം പറയുന്ന ആശയത്തിനൊക്കെ ഒരുപക്ഷെ മതേതര കക്ഷികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം. അത് സെക്യുലറാണ്, സോഷ്യൽ ജസ്റ്റിസ് ആണ് ഞങ്ങളുടെ ആശയം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എടുത്ത ആ പ്രധാനപ്പെട്ട ഐക്കണായി പറഞ്ഞ 5 പേരെ എടുത്താൽ പോലും ദ്രാവിഡ രാഷ്ട്രീയവും അവിടെ ഉണ്ട്. പെരിയാറിനെ കൂടി ഉൾപ്പെടുത്തിയാണ് ആ 5 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് കാമരാജ് രാഷ്ട്രീയം ഒരുപക്ഷെ ഇന്ത്യക്കാകെ മാതൃകയായ ഒരു മനുഷ്യനാണ്. ആ രീതിയിൽ കാമരാജിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അംബേദ്കറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയമില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റാത്ത തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയോളജി ഈ ജനങ്ങളിലേക്ക്, യുവാക്കളിലേക്ക് തൊടുത്തുവിട്ടത്. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർക്ക് വിജയുമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. സോഷ്യലിസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിജയുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. മാർക്സിസ്റ്റുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായില്ല. ദളിത് പാർട്ടികൾക്ക് ആ പ്രശ്നമുണ്ടായില്ല. ഏറ്റവും അവസാനം ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ അവർ മന്ത്രിസഭ ഉണ്ടാക്കട്ടെ, അവർ ഭരണത്തിൽ വരട്ടെ എന്ന് പറയാൻ സ്റ്റാലിന് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ പരിസരം രൂപപ്പെടുത്തി വെച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെ മേലെയാണ് വിജയ്
വിജയ് ഇത് കെട്ടിപ്പടുക്കുന്നത്. ഇതിലുള്ള ഒരു പ്രശ്നം എന്ന പൊതുവെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിജയ്ക്ക് ഭരണപരിചയമില്ല, വിജയിയെ പിന്നിൽ നിർത്തിക്കൊണ്ട് ഉപഗ്രഹങ്ങൾ മുന്നിലേക്ക് വരും എന്നുള്ള വിമർശനങ്ങളാണ് VCKയിലേക്ക് പോലും ഒരു വിഭാഗം ഇന്നലെയുമൊക്കെ എക്സ്പോസ്റ്റുകളായും മറ്റും ഉന്നയിച്ചത്. അതായത് VCK ഈ പിന്തുണ കൊടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ ആ പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടായിരുന്നു. VCKയിലെ ഒരു വിഭാഗം പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പിന്തുണ ആവശ്യപ്പെട്ടത് വാട്സപ്പ് സന്ദേശം വഴിയായിരുന്നു, അതൊരു രാഷ്ട്രീയ മര്യാദയായിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് അതൊന്നും ഈ ഒരു എങ്ങനെയാണ് കൂട്ടിപ്പിടിക്കേണ്ടത്, ഈ സഖ്യകക്ഷികളെ കൂട്ടിപ്പിടിക്കേണ്ടത് എന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു മാജിക്കാണ്. അതിൻ്റെ അടിസ്ഥാനം അറിയാത്ത ആളാണ് വിജയ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു ഒരു ബദലിനോ ഒരു പരിഹാസം എന്നല്ല ഒരു മധുരപ്രതികാരമോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അവർ സപ്പോർട്ട് ലെറ്റർ ഇമെയിലായി തിരിച്ചയച്ചത്. വാട്സാപ്പിൽ ചോദിച്ചെങ്കിൽ ഇമെയിലിൽ തരാം, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഡോക്യുമെൻ്റായിട്ട് കൊണ്ടുവന്നാലേ ഗവർണർ സമ്മതിക്കൂ എന്ന് അറിയാത്തവരല്ല ഇവരൊന്നും. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ വന്ന് സഹകരിക്കാനോ അവർക്കൊക്കെ വന്ന് ഞങ്ങളുടെ ഈ ആച്ചി, അതായത് ഈ സർക്കാർ ഞങ്ങളുടേതും കൂടിയാണ് എന്ന് പറയാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അത്തരത്തിലാണ് ഈ പുറത്തേക്ക് ആളുകൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ ഈ TVK ഷോളൊക്കെ ഇട്ട ആളുകളാണ് കൂടുതലായും. ഹാപ്പി തന്നെ എപ്പടി ഇരിക്ക? ഹാപ്പി TVK CM വിജയ് സൂപ്പർ. ഗോപിച്ചെട്ടിപ്പാളയം. ചെന്നൈ. പുറത്തേക്ക് നമ്മൾ ഈ മനുഷ്യർ ആർപ്പ് വിളിച്ചും ഒരു മനുഷ്യനെടുക്കാവുന്ന ശബ്ദത്തിൻ്റെ പരമാവധി എടുത്തുമൊക്കെ തളർന്നു വരുന്ന മനുഷ്യരെയാണ് ഈ കാണുന്നത്. ഇത്ര ഉച്ചത്തിൽ ഇത്ര ശബ്ദഘോഷത്തോടെ, ഇതായത് IPL മാച്ചുകളും അല്ലെങ്കിൽ വലിയ ഫുട്ബോൾ മാച്ചുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ സ്റ്റേഡിയത്തിനകത്ത് മെക്സിക്കൻ തിരമാലകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതിനെ വെല്ലുന്ന, അതായത് ഒരു തിയേറ്ററിൻ്റെ ഇപ്പോൾ ഇവിടെ തന്നെ വിജയ് സിനിമകൾ റിലീസായ കാലങ്ങളിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് പാതിരാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വിജയ് സിനിമകളുടെ ഫസ്റ്റ് ഡേ റിപ്പോർട്ട് ചെയ്യാൻ 1-2 തവണ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കാഴ്ചയാണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷവും ശബ്ദഘോഷവും വെടിക്കെട്ടും ഒക്കെ ആയിട്ട് മനുഷ്യരിങ്ങനെ തളരാതെ എനർജിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ 20 സിനിമകൾ ഒന്നിച്ച് റിലീസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത്തരത്തിലെ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ന് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലും ആ പരിസരത്തിലും ഒക്കെ ഉണ്ടായത്. ഇത് നോക്കൂ, ഈ വരുന്ന ആളുകളിൽ ഏറെ പങ്കും ചെറുപ്പക്കാരുടെ, അതായത് ഒരു 20 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് വിജയുടെ സപ്പോർട്ടേഴ്സ് ഏറിയ പങ്കും. അതുകൊണ്ട് തന്നെ വിജയ് ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പ്രസംഗമടക്കം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ വരുന്ന ചെറുപ്പക്കാരുടെ വോട്ടുകൾ ഭാവിയിലേക്ക് ശേഖരിച്ചു വെക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ അവർക്കുണ്ട്. മറ്റൊരു കാര്യം, വിജയ് കൃത്യമായ സന്ദേശം സഖ്യകക്ഷികൾക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഭരണത്തിൽ പങ്കാളിത്തമുണ്ടാവും. ആദ്യം മുതലേ വിജയ് പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഭരണത്തിൽ പങ്കാളിത്തമുണ്ടാകും. തമിഴ്നാട്ടിലെ രീതി അതല്ല. ഇപ്പോൾ DMK ഭരിക്കുമ്പോൾ DMKയുമായി കോൺഗ്രസ് സഹകരിക്കും, CPIയോ VCKയോ മുസ്ലിം ലീഗോ ഒക്കെ സഹകരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ DMDKയോ ഒക്കെ സഹകരിക്കുമെങ്കിലും ഇവർക്ക് ആർക്കും മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാറില്ല. ഒരു MLA ആയി ഭരണകക്ഷിയുടെ ഭാഗമായി ഇരിക്കാം. ഇപ്പോൾ എത്ര മന്ത്രിമാരുണ്ടോ അത്രയും മന്ത്രിമാർ DMK ആയിരിക്കും. തിരിച്ച് DMK വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്ത എല്ലാവരും തന്നെ ഈ VCK 8 പേരാണ് ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തതെങ്കിലും, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതെങ്കിലും കോൺഗ്രസ്സിന് ഉറപ്പായിട്ടും അവിടെ ഒരു 1-2 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടാകാം. VCK പുറത്തുനിന്നാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോഴും അറിയുന്നത്. N. ആനന്ദ്, അർജുന, അതേപോലെ KG അരുൺരാജ്, KA സെങ്കോട്ടയ്യൻ, P. വെങ്കിട്ടരമണൻ, R. നിർമ്മൽകുമാർ, രാജ്മോഹൻ, TK പ്രഭു, S. കീർത്തന, ഇത്രയും പേരാണ് ഇപ്പോൾ വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിൽ സെങ്കോട്ടയ്യനൊക്കെ ഈ വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബലങ്ങളിൽ ഒന്നായിരിക്കും. കാര്യം ഇത്രയും കാലം AIDMKയിലെ 7 വട്ടം MLA ആയ അത്രയും പരിചയസമ്പന്നനായ മനുഷ്യനാണ് സെങ്കോട്ടയ്യൻ. അവിടെ EPSുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്നൊക്കെയാണ് സെങ്കോട്ടയ്യൻ പുറത്തേക്ക് വരുന്നത്. ഇവരുടെ ഈ പ്രായം വളരെ കുറവുള്ള ചെറുപ്പക്കാർ, അർജുനെ പോലെയൊക്കെയുള്ള സ്ട്രാറ്റജിസ്റ്റുകൾ, സെങ്കോട്ടയ്യനെ പോലെയൊക്കെയുള്ള അതിമാനുഷ്യരായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ ചേർന്ന ഒരു മിക്സ് എന്തായാലും വിജയ്ക്കുണ്ട്. വിജയ്ക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ ഒന്ന്, വിജയെ പൊതുജനങ്ങളിലേക്ക് ഇറക്കി വിടുന്നില്ല, മറ്റ് കക്ഷികളിലേക്കും നേതാക്കളിലേക്കും സഖ്യകക്ഷികളിലേക്കും വിജയ് എക്സ്പോസ്ഡ് ആവുന്നില്ല എന്നാണ് വിജയ്ക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഈ ഇലക്ഷന് ശേഷവും ഉന്നയിച്ച
പ്രധാന പ്രശ്നങ്ങളിലോ ആരോപണങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ആവാം വിജയ് സപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും ഓഫീസുകളിൽ നേരിട്ട് ചെന്നത് എന്ന് കരുതുന്നു. കാരണം വിജയ് അത് ഈ പ്രസംഗത്തിൽ കൂടെ പറയുന്നുണ്ട്. ഞാനൊരു ദൈവദൂതനല്ല, ഞാൻ വളരെ അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ നൻപനാണ്, കൂട്ടുകാരനാണ്, ഞാൻ നിങ്ങളുടെ ഏട്ടനാണ്, അണ്ണനാണ്. അപ്പോൾ എനിക്ക് സിനിമയിൽ നിങ്ങളൊരു മികപ്പരി, അതായത് വലിയൊരു സ്ഥാനം തന്നു. അവിടെ നിന്ന് ഇപ്പോൾ അതെല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി വന്നുകൊള്ളൂ, വരൂ അണ്ണ, വരൂ നൻപ, വരൂ ബ്രദർ എന്നൊക്കെ ആളുകൾ പറഞ്ഞു. അത് അങ്ങനെ ഞാൻ ഇറങ്ങി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഒന്നിച്ചു. തീർച്ചയായും അത് തന്നെയാണ് സുജിത്ത്. കാരണം ഈ മുഖം വച്ചാണോ നീ അഭിനയിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ മോസ്റ്റ് ഹാൻസം CM എന്ന വാക്കിലേക്ക് എത്തിയ ആൾ കൂടിയാണ് വിജയ്. വിജയ് ചെയ്യുന്നതെല്ലാം പലർക്കുമുള്ള മറുപടി കൂടിയാണ്. എന്തായാലും താൻ വെറും വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വഞ്ചിക്കില്ല, ഞാൻ ഒരു രൂപ പോലും ഇവിടെ നിന്ന് കട്ടെടുക്കില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ഭരണത്തിലേക്ക് എത്താൻ ഞാൻ ശ്രമിക്കുമെന്ന വാഗ്ദാനം ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് വിജയ് തമിഴകത്തിന്റെ തലൈവരായി മാറിയിരിക്കുന്നു.